അഭിവന്യ പിതാവായ മലബാർ ഭദ്രാസനത്തിൻ്റെ ഫീലക്സിനോസ് സഖറിയാസ് തിരുമേനിക്ക് സഭയുടെ അനുമോദനങ്ങൾ വിനയപൂർവ്വം അറിയിക്കുന്നു. ഇന്ത്യയുടെ അപ്പോസ്തലനും കാവൽ പിതാവുമായ മാർ തോമസ് ശ്ലീഹ കബറടങ്ങിയിരിക്കുന്ന ആ മൈലാപ്പൂരിൻ്റെ മെത്രാപ്പൊലീത്തായായി അഭിഷേകം ചെയ്യപ്പെട്ട ഇസഹാക്ക് മാർ ഒസ്താത്തിയോസ് തിരുമേനിക്ക് സഭയുടെ അഭിനന്ദനങ്ങൾ നൽകുന്നു. ഇന്ന് രാവിലെ തന്നെ പ്രതിപക്ഷ നേതാവ് മുൻ മന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും പരിവാരങ്ങളും ഇവിടെ എത്തിയിരുന്നു. ഒരു സമയം വരെയും അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിട്ട് മടങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട മന്ത്രി എസ് ശർമ്മ ഇവിടെ വന്നിരുന്നു, നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി ബഹുമാന്യനും അനുഗ്രഹീതനുമായ ശ്രീ കെ വി തോമസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 10-15 മിനിറ്റ് കൊണ്ട് ഈ യോഗം തീർത്ത് അദ്ദേഹത്തിന് എളുപ്പത്തിൽ മടങ്ങിപ്പോകാവുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ്. സ്ഥലം MLA എപ്പോഴും കൂടെ നിൽക്കുന്നു. ശ്രീ കെ ബാബു MLA രാവിലെ വന്നിരുന്നു. ബഹുമാനപ്പെട്ട ബഹുമാന്യനായ ബാബു പോൾ MLA ഇവിടെ ഉണ്ട്. കോതമംഗലം MLA മുൻ മന്ത്രി കമാൻഡർ ശ്രീ TV കുരുള ഇവിടെ എല്ലാ സമയവും മാറാതെ നിൽക്കുന്നത് നന്ദിയോടെ സ്മരിക്കുന്നു. പെരുമ്പാവൂർ MLA സാജു പോൾ ഇവിടെ ഉണ്ട്. കെ ബാബു രാവിലെ വന്നിട്ട് പോയി. മുൻ മന്ത്രിയും MLA ആയിരുന്ന ശ്രീ TN ജേക്കബ് ഇവിടെ ഉണ്ട്. മുൻ മന്ത്രിയും സ്പീക്കറുമായിരുന്ന ശ്രീമാൻ ശ്രീമാൻ PP തങ്കച്ചൻ UDF കൺവീനർ ഇവിടെ ഉണ്ട്. ധനപാലൻ MP ഏറ്റവും ബഹുമാന്യനാണ്. അദ്ദേഹം എല്ലാ സമയവും കൂടെ ഉണ്ട്. എല്ലാവരെയും നന്ദിയോട് സ്മരിക്കുമ്പോൾ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള ഡോക്ടർ ആൽബർട്ട് റൗഹ് എന്നും സഭയുടെ ഉത്തമ സ്നേഹിതനും സഭയ്ക്ക് വേണ്ടി നിത്യം രാവും പകലും പ്രാർത്ഥിക്കുന്നവനുമാണ്. അദ്ദേഹം ഇവിടെയുണ്ട്. കാനഡയിൽ നിന്നുള്ള സ്റ്റെഫാനോസ് റംബാച്ചൻ ഇവിടെയുണ്ട്. പിറവം MLA MJ ജേക്കബ് എല്ലാ പരിപാടികളിലും ചേർന്ന് നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് വിനയപൂർവ്വം അറിയിക്കട്ടെ. കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ബെന്നി ബെഹനാൻ ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ സഭയെ ഏറ്റവും കരുതിയത് നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുമ്പോൾ തന്നെ പരിശുദ്ധ സഭ സുറിയാനി പഠിപ്പിക്കുന്നതിന്, സഭാംഗങ്ങൾക്ക് സുറിയാനി പഠിക്കുന്നതിന് ഉള്ള ഒരു ക്രമീകരണം ചെയ്ത് ഫോറിൻ അഫയേഴ്സിൻ്റെ കീഴിൽ ഓൺലൈൻ സുറിയാനി പഠനത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നു. വിദേശത്തുള്ള പള്ളികളുടെ അഡ്രസ്സും ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ബുക്ക്ലെറ്റ് ഇവിടെ ഉണ്ട്. അത് ഇവിടെ നിന്ന് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് ആളുകളെ അയക്കേണ്ടി വരുമ്പോൾ ഇവിടെ ഫോറിൻ അഫയേഴ്സിൻ്റെ ഓഫീസിൽ അറിയിച്ചാൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ സുറിയാനി പഠനത്തിൻ്റെ വെബ്സൈറ്റ് ഇവിടെ ഓൺ ചെയ്ത് അതിൻ്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ വെളിയിൽ ഉള്ള ഭദ്രാസനങ്ങളുടെ, സഭകളുടെ, പള്ളികളുടെ എല്ലാം അടങ്ങുന്ന ബുക്ക്ലെറ്റ് പരസ്യം ചെയ്തിട്ടുണ്ട്. മണിമാളികമേളിൽ കെട്ടിയടിക്കുന്ന മണി ഒഴികെ മറ്റെല്ലാ സാധനങ്ങളും പുണ്യശ്ലോകനും പരിശുദ്ധനുമായ മിഖായേൽ ദിവന്നാസ്യോസ് തിരുമേനിയുടെ നാമത്തിൽ ഇവിടെ നടത്തപ്പെടുന്ന ബുക്ക് സ്റ്റോളിൽ നിന്ന് എല്ലാ പള്ളി സാധനങ്ങളും കാപ്പ തുടങ്ങി കുന്തിരിക്കം വരെയുമുള്ള സകലതും ഇവിടെ നിന്ന് ലഭിക്കും എന്നറിയിക്കട്ടെ. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. പെട്ടെന്ന് ഈ പരിപാടികൾ തീർക്കും.
അഭിവന്യപിതാവായ മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് കോപ്പി കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. ഒരു വാചകം ഓർമ്മപ്പെടുത്തി യോഗം ആരംഭിക്കുന്നതിന് ക്രമീകരിക്കുകയാണ്. ഇത് തന്നെ എപ്പോഴും ഇങ്ങനെ ഉരുവിടുന്നത് നല്ലതാണോ എന്ന് ഒരു സംസാരം വരാവുന്നതാണ്. ഹോശായ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 5 മുതൽ വാക്യങ്ങൾ. ഞാൻ ഇസ്രയേലിന് മഞ്ഞ് പോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്തിലെ ബാനോന്മനം പോലെ വേരൂന്നും, അതിൻ്റെ ഭംഗി വലിവൃക്ഷത്തിൻ ഭംഗി പോലെ, അതിൻ്റെ കൊമ്പുകൾ പടരും, അതിൻ്റെ നിഴലിൽ അനേകർ പാർക്കും. പുണ്യശ്ലോകനം പരിശുദ്ധനുമായ പൗലോസ് രണ്ടാമൻ ബാവായെ, ശ്വാസസംരക്ഷകനായ പരിശുദ്ധനായ വലിയ തിരുമേനി, ലോകത്തിന് ജീവനും ചൈതന്യവും പകരുന്ന പരിശുദ്ധനായ പരിമല തിരുമേനി, മിഖായേൽ ദിവന്നാസ്യോസ് തിരുമേനി, ഉരുക്ക മനുഷ്യൻ എന്നറിയപ്പെടുന്ന വയലിപ്പറമ്പിൽ തിരുമേനി, സഭയ്ക്ക് പ്രകാശമായിരുന്ന പെരുമ്പിള്ളി തിരുമേനി, ത്യാഗപൂർണനായ കുര്യാക്കോസ് മാർ കുറിയിലോസ് തിരുമേനി തുടങ്ങി പരിശുദ്ധ പിതാവായ യൂലിയോസ് ബാവ തുടങ്ങി എല്ലാവരെയും പ്രത്യേകിച്ച് ഈ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ സഭയുടെ വർക്കിംഗ് കമ്മിറ്റി രാവും പകലും മാറാതെ നിൽക്കുന്നു. സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇവിടെ സമ്മേളിക്കുകയായിരുന്നു. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ തിരുമേനിമാരൊക്കെയും രാപ്പകൽ കഷ്ടപ്പെട്ടോടുകയാണ്. ദൈവജനം അവരെ സഹായിച്ചു കൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത്രമാത്രം കഷ്ടപ്പെടുന്ന പ്രധാനാചാര്യന്മാർ മറ്റൊരു സഭയിലും കാണുകയില്ല. കട്ടച്ചിറ എന്ന് പറയുന്ന കായംകുളത്തിനടുത്തുള്ള സ്ഥലത്ത് വിശുദ്ധ ദൈവമാതാവിൻ്റെ പടത്തിൽ കണ്ണിൽ നിന്ന് ഒരു തരം സുഗന്ധദ്രവ്യം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. അവിടെ ചെന്ന് കണ്ട് അനുഗ്രഹം പ്രാപിക്കുക. ഏറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ മുതിരുന്നില്ല. ഏറെ താമസിയാതെ പരിശുദ്ധ പാത്രിക്കീസ് ബാവായിൽ നിന്ന് സുസ്ഥാർത്ഥിക്കാൻ ലഭിക്കുന്ന മുറയ്ക്ക് ഇവരുടെ സുന്ദ്രോണ ശുശ്രൂഷ നിറവേറ്റുന്നതായിരിക്കും. പിതാവായ ഫെലിക്സിനോസ് തിരുമേനി അടുത്ത് നിൽക്കണം. മൈലാപ്പൂർ ഭദ്രാസനം ജനിച്ചത് സഭയുടെ ഉദരത്തിൽ ഉരുവായിട്ട് 2 മാസം തികഞ്ഞിട്ടില്ല. മലബാർ ഭദ്രാസനത്തിൻ്റെ മാർ ഫെലിക്സിനോസ് തിരുമേനിക്ക് പ്ലീസ് സുഖകരമായി താമസിച്ച് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നതിനുള്ള അരമനയും സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ ഒസ്താത്യോസ് തിരുമേനിക്കൊന്നുമില്ല. തിരുമേനിയുടെ പിതാമഹൻ പുണ്യശ്ലോകനായ ഒസ്താത്യോസ് തിരുമേനി താമസിച്ച് ശുശ്രൂഷിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഉള്ളവൻ നെകളിക്കരുത്, ഇല്ലാത്തവൻ ദുഃഖിക്കരുത്. ഈ സ്ഥലത്ത് യാതൊന്നുമില്ലായിരുന്നല്ലോ 6 വർഷം മുൻപ്. ദൈവം നട്ടു, അവിടുന്ന് വളർത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരന്മാരെ, ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഇല്ലാത്തവർക്ക് ഞാൻ കൂടുതൽ സമയം ഇല്ലാത്തവരോടുകൂടി ആയിരിക്കും, ഉള്ളവരോടുകൂടിയും ആയിരിക്കും. കർത്താവ് നിങ്ങളോടുകൂടി നിങ്ങളോടുകൂടി ഇരുന്ന് നിങ്ങൾക്ക് ശക്തിയും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.